ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആണ് കേട്ടോ. ബേസിക് സയൻസ് മലയാളം മീഡിയത്തിലെ ക്ലാസ്സാണ് എടുക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? സസ്യലോകത്തെ അടുത്തറിയാം അല്ലേ. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. സസ്യങ്ങളാണ് ആഹാര ശൃംഖലയിലെ ആദ്യ കണ്ണികൾ അല്ലേ. നിങ്ങൾക്കറിയില്ലേ അത്? സസ്യങ്ങളാണ് ആഹാര ശൃംഖലയിൽ ആദ്യം വരുന്നത്. ഏതാണ്? സസ്യങ്ങളാണ് അല്ലേ. സസ്യങ്ങൾക്ക് വേറൊരു പേരും കൂടിയുണ്ട്. എന്താ പേര്? ഉൽപ്പാദകർ അല്ലേ. ജീവലോകത്തെ എല്ലാ ജീവജാലങ്ങളും വെച്ചിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദകർ എന്ന് പറയുന്നത് ആരാണ്? ഉൽപ്പാദകർ സസ്യങ്ങളാണ് അല്ലേ. അപ്പോൾ സസ്യങ്ങളാണ് ഉൽപ്പാദകരും ആഹാര ശൃംഖലയിലെ ആദ്യ കണ്ണികളും. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ജെ.സി. ബോസ്. ജെ.സി. ബോസ് ആണ് സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. സസ്യകോശങ്ങളിൽ കാണപ്പെടുന്ന പച്ച നിറമുള്ള ജൈവ കണങ്ങൾ ഏതാണ്? ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ. ഹരിതകം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പച്ച നിറത്തിൻ്റെ ആ കണികകളാണ് എന്ത്? സസ്യലോകത്തിൽ കാണപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഹരിതകത്തിൽ അടങ്ങിയിട്ടുള്ള മൂലകം ഏതാണ്? മഗ്നീഷ്യം. മഗ്നീഷ്യമാണ് ഈ ഹരിതകം പച്ച നിറത്തിൽ, അതായത് ആ ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകത്തിൽ കാണപ്പെടുന്ന മൂലകത്തിൻ്റെ പേരാണ് മഗ്നീഷ്യം. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞ് എല്ലാം മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇലകളെ പറ്റി പഠിക്കാം. നമ്മളെല്ലാവരും വീട്ടിൽ അടുക്കള ഉണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ സസ്യങ്ങളുടെ അടുക്കളയാണ് എന്ത്? ഇലകൾ. അടുക്കള, സസ്യങ്ങളുടെ അടുക്കള എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഇലകൾ. അടുത്തത് പ്രകാശ സംശ്ലേഷണം പഠിക്കാം. സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ആഹാരം പാകം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. അപ്പോൾ എപ്പോഴാണ് ഈ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്? പകൽ സമയത്താണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്ത് വിടുന്ന വാതകമാണ് ഓക്സിജൻ. നമ്മൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന ഓക്സിജൻ ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സമയത്ത് അത് കഴിഞ്ഞാൽ സസ്യങ്ങൾ പുറത്ത് വിടുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. പ്രകാശ സംശ്ലേഷണ സമയത്ത് സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സമയത്ത് സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡും പുറത്ത് വിടുന്നത് ഓക്സിജനുമാണ്. ഇത് ഇലകളിലും ആണ് നടക്കുന്നത് കേട്ടോ. ഈ പ്രകാശ സംശ്ലേഷണം ഇലകളിലാണ് നടക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് വേരുകളെ കുറിച്ച് പഠിക്കാം. വേരുകൾ എത്ര തരത്തിലാണുള്ളത്? 2 തരത്തിലല്ലേ. തായ്വേര് പടലവും നാരുവേര് പടലവും. അപ്പം അതിനു മുന്നേ എന്താണ് വേരുകളുടെ പ്രധാന ജോലി? മണ്ണിൽ നിന്നും സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോഷണം വലിച്ചെടുക്കുന്ന ഭാഗമാണ് വേരുകൾ അല്ലേ. അപ്പോൾ 2 തരത്തിൽ വേരുകളുണ്ടെന്ന് പറഞ്ഞു. തായ്വേര് പടലം, നാരുവേര് പടലം. നാരുകൾ പോലെയുള്ള ഒരു കൂട്ടം വേരുകൾ ഉള്ള സസ്യങ്ങളാണ് നെല്ല്, തെങ്ങ്, കവുങ്ങ് അല്ലേ. അതായത് ഒരേ വലുപ്പത്തിലുള്ള കൂട്ടം ആയിട്ടുള്ള വേരുകളാണ് നാരുവേര് പടലം അല്ലേ. അപ്പോൾ ഉദാഹരണം ഇതൊക്കെയാണ്: നെല്ല്, തെങ്ങ്, കവുങ്ങ്. ഇതൊക്കെ നാരുവേര് പടലമാണ്. അടുത്തത് തായ്വേര് പടലം. ഒരു പ്രധാന വേരുണ്ടാവും. അതിൽ നിന്നും പിരിഞ്ഞു പോകുന്ന അനേകം ഉപവേരുകളുമുള്ള കൂട്ടത്തെയാണ് തായ്വേര് പടലം എന്ന് പറയുന്നത്. ഉദാഹരണം ഇതൊക്കെയാണ്: മാവ്, ചെമ്പരത്തി, ചാമ്പ. ഇതൊക്കെയാണ് തായ്വേര് പടലത്തിൻ്റെ ഉദാഹരണങ്ങൾ. അടുത്തത് സസ്യങ്ങൾക്ക് താങ്ങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാണപ്പെടുന്ന കുറച്ച് വേരുകളുണ്ട്. അപ്പോൾ 2 വേരുകൾ നമ്മൾ പറഞ്ഞു അല്ലേ. ഇനിയുമുണ്ട് വേരുകൾ. അതാണ് പൊയ്വേരുകൾ, താങ്ങുവേരുകൾ. അതായത് സസ്യങ്ങളെ താങ്ങി നിർത്താൻ ഉള്ള വേരുകളാണ് താങ്ങുവേരുകൾ. പിന്നെ പൊയ്വേരുകളും ഉണ്ട് കേട്ടോ. വേരിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതിന് ഉദാഹരണമാണ് കറിവേപ്പ്, ശീമപ്ലാവ്. പിന്നെ വേരിൽ ആഹാരം സൂക്ഷിച്ചു വെക്കുന്നതാണ് സംഭരണ വേരുകൾ അല്ലെങ്കിൽ സ്റ്റോറേജ് റൂട്ട്. ഉദാഹരണം മരച്ചീനി, ക്യാരറ്റ്, ശതാവരി. ഇതൊക്കെ എന്ത് വേരുകളാണ്?
സംഭരണ വേരുകൾ. അപ്പോൾ നമ്മൾ ഏതൊക്കെ വേരുകൾ പഠിച്ചു? തായ് വേരുകൾ പഠിച്ചു, നാര് വേരുകൾ പഠിച്ചു, പൊയ് വേരുകൾ പഠിച്ചു അല്ലേ? പിന്നെന്താ പഠിച്ചത്? സംഭരണ വേരുകൾ പഠിച്ചു, താങ്ങ് വേരുകൾ പഠിച്ചു. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാണ്ഡത്തിനെ പറ്റിയിട്ടാണ്. സ്റ്റെം. കാണ്ഡത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്താണ്? സസ്യങ്ങൾക്ക് താങ്ങ് നൽകുക അല്ലേ? താങ്ങ് നൽകുന്ന തടിയാണ് കാണ്ഡം. ഭൂമിക്കടിയിൽ വളരുന്ന കാണ്ഡങ്ങൾ ഉള്ള സസ്യങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ, ഉള്ളി, ഉരുളൻകിഴങ്ങ്. ഇതിന് പറയുന്ന പേരാണ് ഭൂകാണ്ഡം. ഓക്കെ, മണ്ണിൻ്റെ അടിയിലുണ്ടാവുന്ന കാണ്ഡത്തിനെ പറയുന്നതാണ് ഭൂകാണ്ഡം. ഓക്കെ, അപ്പോൾ നമ്മൾ കാണ്ഡത്തിൻ്റെ ഉപയോഗം പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? ഭൂമിക്കടിയിൽ കാണപ്പെടുന്ന എന്ത് പറഞ്ഞു? കാണ്ഡങ്ങൾ, ഭൂകാണ്ഡങ്ങളാണ് അല്ലേ? അപ്പോൾ അതിന് ഉദാഹരണം പറഞ്ഞു. ഇനി അടുത്ത് നമുക്ക് ഔഷധ സസ്യങ്ങളെ പറ്റി പഠിക്കാം. ഔഷധ സസ്യങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾക്കറിയോ? നമ്മളുടെ വീട്ടുമുറ്റത്തുണ്ടാവുന്ന കുറേ ചെടികളുണ്ട് അല്ലേ? അപ്പോൾ ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങൾക്ക് പറയുന്ന പേരാണ് ഔഷധ സസ്യങ്ങൾ. അപ്പോൾ ഏതൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ള ഔഷധ സസ്യങ്ങൾ? തുളസി, പനിക്കൂർക്ക, പിന്നെന്തൊക്കെയാണ് കണ്ടിട്ടുള്ളത്? പൂവാങ്കുറുന്തല കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ചെടി ഏതാണ്? സസ്യം ഏതാണ്? തുളസി. കീടങ്ങളെ നശിപ്പിക്കാനും ത്വക്ക് രോഗങ്ങൾക്കുള്ള ഔഷധമാണ് ആര്യവേപ്പ്. മഞ്ഞപ്പിത്തത്തിനുള്ള ഫലപ്രദമായ ഔഷധമാണ് കീഴാർനെല്ലി. പലതരത്തിൽപ്പെട്ട മരുന്നുകളും വേർതിരിച്ചെടുക്കുന്നത് ചില ഔഷധ സസ്യങ്ങളിൽ നിന്നാണ്. ഉദാഹരണം, രക്തസമ്മർദ്ദത്തിന് ഉപയോഗിക്കുന്ന ഔഷധമാണ് റിസർപ്പിൻ. ഈ മരുന്ന് വേർതിരിച്ചെടുക്കുന്നത് സർപ്പഗന്ധിയിൽ നിന്നാണ്. അതുപോലെ തന്നെ ഔഷധക്കൂട്ടായ ത്രികടുവിൽ അടങ്ങിയിട്ടുള്ളത് ഏതൊക്കെയാണ്? ചുക്ക്, കുരുമുളക്, തിപ്പലി. പിന്നെ അത്തി, ഇത്തി, അരയാൽ, പേരാൽ എന്നിവ ചേർക്കുന്നതാണ് നാൽപ്പാമരം. പിന്നെ ത്രിബല എന്നറിയപ്പെടുന്ന കടുക്ക, നെല്ലിക്ക, താനിക്ക ഇതൊക്കെ ചേർന്നതാണ്. അപ്പോൾ പലതരത്തിലുള്ള ഔഷധ സസ്യങ്ങൾ നമ്മളുടെ ചുറ്റുമുണ്ട്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങളാണിതൊക്കെ. ഒരുപാട് അസുഖങ്ങൾക്കുള്ള മരുന്നാണ്. നമ്മുടെ ചുറ്റും കാണുന്ന ഔഷധ സസ്യങ്ങളെ നിങ്ങൾ നിരീക്ഷിക്കുക. എന്നിട്ട് അവയെക്കുറിച്ചൊരു കുറിപ്പോ എന്തെങ്കിലും ഒന്ന് തയ്യാറാക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്താൽ ഞാൻ അടുത്ത ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും കേട്ടോ. അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്